സങ്കീർത്തനക്കാരൻ അതിനാണ് പറയുന്നത്, 18:6 പറയുന്നത്, ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്ക്, പിശാച് തന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കി 4 പാട് നിന്ന് ഞെരുക്കിയപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ നിലവിളി കേട്ടു. അങ്ങനെയെങ്കിൽ നിന്നെ ചതിക്കുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്റെ വിശ്വാസത്തെ കെടുത്തിക്കളയുവാൻ, നിന്റെ ഭവനാന്തരീക്ഷത്തിലെ സന്തോഷം തല്ലിക്കെടുത്തുവാൻ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കുവാൻ, നിന്റെ കൂട്ടുകാരുടെ നന്മ ബ്ലോക്ക് ചെയ്യുവാൻ, നിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ പിശാച് പദ്ധതി ഒരുക്കി വാദിച്ച് നിൽക്കുമ്പോൾ പരിശുദ്ധന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ജാതികൾ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കാതെ ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി നിങ്ങളുടെ ആവശ്യങ്ങളെ പറയുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കഷ്ടത്തിൻ്റെ നടുവിലും നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ്റെ ബലമുള്ള കരത്തിൽ നിങ്ങളെ താങ്ങുയർത്തും. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു നാളും ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും ഉപരിയായി നിങ്ങളെ നടത്തുവാൻ കർത്താവ് മനസ്സുള്ളവനാകയാൽ 1 കൊരിന്ത്യർ ലേഖനം 3:16-17 വാക്യം പറയുന്നത് ഇങ്ങനെ, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാകിയാൽ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കരുത്. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ഒരു യോഗ്യതയുമില്ലാത്ത നിങ്ങളെയും എന്നെയും സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം മുഴുലോകത്തേക്കാൾ വലിയതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ലോകത്തിൽ തകർന്നു വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തോഷം കണ്ട്, നിന്റെ നന്മ കണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ഉയർച്ച കണ്ട് നിന്നെ ഏത് വിധത്തിലും ഒതുക്കിക്കെട്ടുമെന്ന് പറഞ്ഞു വാദിച്ച് പിശാച് എഴുന്നേറ്റു വരും. എന്നാൽ വ്യക്തമായി ദൈവപൈതലെ പറയട്ടെ, നീ ഹൃദയം കൊണ്ട് കർത്താവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിൻ്റെ രക്ഷകനാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, നീ അവൻ്റെ മകനാണ് മകളാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, ഒരനർത്ഥവും സങ്കീർത്തനം 91:10 ഒരനർത്ഥവും വരത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിന്റെ എല്ലാ വഴികളിലും സർവശക്തനായ ദൈവം തൻ്റെ ദൂതഗണത്തെ കൊണ്ട് കാവലാക്കും. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, സർവശക്തനിൽ ആശ്രയിക്കുന്ന നീ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കേണ്ടതിന് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം. യെശയ്യാ 49:15 പറഞ്ഞിങ്ങനെയാ, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കും, താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതെ ഇരിക്കും, എങ്കിലും എൻ്റെ യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കളെ മറന്ന് കളയത്തില്ല. ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി അവസാന നാൾ വരെയും നടത്താമെന്നു വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാ. അവിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നീ നിൽക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതകാലത്ത് നീയും നിന്റെ സന്തതിയും ഭൂതലത്തിൽ ആഹാരം ഇരന്നു നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. രോഗം പേറിയ ശരീരവുമായി നീ നാളുകൾ തള്ളി നീക്കുവാൻ ദൈവം നിന്നെ വിടത്തില്ല. കഷ്ടത്തിന് നടുവിൽ വീണ് കിടന്ന് അയ്യം വിളിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നാം മത്തായി സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, സ്തോത്രം, 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന ഒരു പക്ഷപാത രോഗി. സ്തോത്രം, മത്തായിയാണോ യോഹന്നാനാണോ? സ്തോത്രം, യോഹന്നാൻ സുവിശേഷം, ഒരു പക്ഷപാത രോഗി,
വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് കിടക്കുമ്പോൾ സ്തോത്രം, എല്ലാ കണ്ണുകളും അവനെ നോക്കിയിട്ട് കാണാതെ പോയി. എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, ആരെല്ലാം നിങ്ങളെ കണ്ടിരുന്നു വരികയില്ല, എന്നാൽ നിങ്ങളെ കാണുന്ന ഒരു കണ്ണുയരത്തിലുണ്ട്. നിങ്ങളുടെ ഹൃദയ തകർച്ച കാണുവാൻ കഴിയുന്ന കർത്താവ് നിങ്ങളുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നിങ്ങളുടെ അടുക്കലേക്ക് വരേണ്ടതിന് അവൻ്റെ മുഖത്തേക്ക് നോക്കണം. നോക്കൂ, 38 വർഷം കുളക്കരയിൽ കിടക്കുന്ന ആ രോഗി തന്നോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സ്വത്രം, മനസ്സുണ്ട് കർത്താവേ, പക്ഷേ എന്നെ എടുത്തിറക്കാൻ ആരുമില്ല. ഞാൻ കുളത്തിനകത്തിറങ്ങാൻ ചെല്ലുമ്പോൾ മറ്റൊരുവൻ അതിനകത്തിറങ്ങി രക്ഷപ്പെടുന്നു. എന്നെ എടുത്തിറക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ കിടക്കുകയാ. സ്വത്രം, ഒരവസരം കാത്ത്. നോക്ക്, 38 വർഷമായിട്ടും അവനൊരു അവസരം കിട്ടാതെ കിടക്കുമ്പോൾ കർത്താവ് പറയാ, ഇനി നീ കുളത്തിലിറങ്ങണ്ട. നോക്ക്, ആഗ്രഹിക്കുന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം കാലം എത്ര കടന്നു പോയാലും നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നിനക്കുണ്ടാവണം. ആ കർത്താവിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ സകല പിശാചുക്കളും നിന്റെ മുമ്പാകെ മുട്ടുമടക്കും. ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിക്കുന്നവരുണ്ട്, കൂട്ടാളിയോർത്ത് വിലപിക്കുന്നവരുണ്ട്, നാളെ ഓർത്ത് വിലപിക്കുന്നവരുണ്ട്, തലമുറ ഭാവിയോർത്ത് നിലവിളിക്കുന്നവരുണ്ട്, രോഗം പേറി നിലവിളിക്കുന്നവരുണ്ട്. എന്നാൽ ആ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിലവിളിക്കുന്നതെങ്കിൽ, കുഞ്ഞെ, ആണ്ടുകൾ കഴിയുമ്പോൾ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം തൻ്റെ കരം നീട്ടി നിന്നെ തൊട്ട് സൗഖ്യമാക്കും. നമ്മുടെയൊക്കെ പേര് വിശ്വാസി എന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇല്ലാത്തത് വിശ്വാസമാണ്. എന്നാൽ വ്യക്തമായി പറയട്ടെ, യേശു പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ലഭിക്കും. സ്വത്രം, നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ കൂദാശകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഒന്നും നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണുവാൻ കഴിയത്തില്ല. നീ ആഗ്രഹിക്കുന്ന വിടുതൽ പ്രാപിപ്പാൻ കഴിയത്തില്ല. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, അപ്പാ പിതാവേ, നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു മനോഭാവം, സ്വത്രം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പാപം എത്ര കടിഞ്ചുവപ്പായാലും അതിന് ഹിമം പോലെ വെളുപ്പിച്ച് നിന്നെ ജയോത്സവ അന്ത്യത്തോളം കരം പിടിച്ചു നടത്തും. ഇത്ര നല്ല ദൈവത്തിന് കൊടുക്കുന്നത് ഒരാരാധനയാ. നിന്റെ പണം കൊടുക്കണ്ട, നിന്റെ ആടുമാടുകളെ കൊടുക്കണ്ട, സ്വത്രം, നിന്റെ സമ്പത്തുക്കൾ ഒന്നും കൊടുക്കണ്ട. അവനെ ആരാധിപ്പാൻ ഉള്ളു തുറന്ന് മനസ്സു തുറന്ന് സർവശക്തനൊരു ആരാധന കരേറ്റുവാൻ അവൻ്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കി അവനോട് ചേർന്ന് വസിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളും സർവശക്തനായ ദൈവത്തിൻ്റെ ഉയർച്ചയായി മാറ്റപ്പെടും. ഈ നല്ല രാത്രിയിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. സ്തോത്രം, 1 ശമൂവേലിന്റെ പുസ്തകം, സ്തോത്രം, 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, സ്തോത്രം, നമുക്ക് വായിക്കാം. സ്തോത്രം, അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നോക്ക്, ഒരു ഹന്ന ദൈവസന്നിധിയിൽ വാവിട്ട് പൊട്ടി കരയുമ്പോൾ നോക്ക്, ആലയത്തിലെ പുരോഹിതൻ അവളെ കുറ്റം പറയുക. സ്വത്രം, നോക്ക്, ഈ ഹന്ന പൊട്ടിക്കരയുന്നത് ലോകത്തിലെ വലിയ വീടിന് വേണ്ടിയോ വിലപിടിപ്പുള്ള വണ്ടിക്ക് വേണ്ടിയോ ഇല്ലെങ്കിൽ ഭവനത്തിനകത്തെ മറ്റു വസ്തുവകൾക്ക് വേണ്ടിയോ ഒന്നുമല്ല. പിന്നെയോ തൻ്റെ നിന്നയൊന്നു മാറണം. തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ നടുവിൽ താൻ അനുഭവിക്കുന്ന ആ വേദന ഒന്ന് അകലണം. സ്വത്രം, തൻ്റെ കൂട്ടാളിക്ക് തന്നോട് സ്നേഹമില്ല, തൻ്റെ കുടുംബക്കാർക്ക് തന്നോട് സ്നേഹമില്ല,
തൻ്റെ ഹൃദയത്തിൻ്റെ വേദന കാണുവാൻ ആരുമില്ല. ദൈവമേ, എനിക്കൊരു പുരുഷപ്രജയെ തന്ന് നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ കണ്ണുനീരൊന്ന് തുടയ്ക്കണമെന്ന് പറഞ്ഞ് ആലയത്തിനകത്ത് ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ആഴവും അർത്ഥവും തിരിച്ചറിയാതെ പുരോഹിതൻ അവളെ കുറ്റം പറയുകയാ. ഈ നല്ല രാത്രിയിൽ എന്നെ കേൾക്കുന്ന കൂടപ്പറപ്പുകളെ നിങ്ങളോട് പറയട്ടെ, സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയുള്ളിടത്തോളം കാലം നിങ്ങൾ ജയിച്ച് പുറത്തു വരും. പുരോഹിതൻ ഹന്നയോട് പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ തലയിലെ മത്തിറങ്ങട്ടെ, നീ മദ്യപിച്ചിരിക്കുന്ന മദ്യപാനത്തിൻ്റെ കെട്ടിറങ്ങട്ടെ, നീ ആലയത്തിനകത്ത് നിന്ന് പുറത്തു പോ, ഇവിടം അശുദ്ധമാക്കാതെ. പ്രൈസ് ദി ലോർഡ്. പുറമേ നോക്കുന്നവർ പലതും പറയും, പക്ഷേ സർവശക്തനായ ദൈവം നിന്റെ ഹൃദയത്തെ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയത്തിനകത്ത് സർവശക്തൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ നീ ഒരു അനുഗ്രഹമായി പുറത്തു വരും. സ്വത്രം. നോക്ക്, പുരോഹിതൻ പറയുമ്പോൾ നോക്ക്, അവിടെ ഹന്ന പറയുന്നൊരു കാര്യം എങ്ങനെയാണ്? യജമാനനെ, ഞാനൊരു നീച സ്ത്രീ അല്ല. സ്വത്രം. ഞാൻ എൻ്റെ സങ്കടം ഞാൻ എൻ്റെ ദൈവത്തോട് പറയുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ കണ്ണുനീര് കാണുവാൻ ഒരു പക്ഷെ നിന്റെ കൂട്ടാളി കണ്ടെന്നു വരത്തില്ല, നിന്റെ പാസ്റ്റർ കണ്ടെന്നു വരത്തില്ല, നിന്നോട് കൂടെ ഇരുന്ന് ആരാധിക്കുന്ന വിശ്വാസി കണ്ടെന്നു വരത്തില്ല. പക്ഷേ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഉയരുന്ന തേങ്ങലുകൾ, നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കാണുന്ന ഒരുവനുണ്ട്. അവനെ അത്രേ നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ നീ മുഴങ്കാലും അടക്കി അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കരയുവാൻ തയ്യാറാകുമെങ്കിൽ, നിന്റെ ആവശ്യങ്ങൾ അവൻ്റെ സ്ഥലം ഇറക്കി വയ്ക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ, നീ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി ദൈവമഹത്വം നീ കാണും. നോക്ക്, ഹന്ന പറയുന്ന വാക്ക് കേട്ടപ്പോൾ പുരോഹിതൻ്റെ കണ്ണു തുറന്നു. സ്വത്രം. പുരോഹിതൻ പറയാം, അങ്ങനെയെങ്കിൽ സ്വത്രം, നീ പ്രാർത്ഥിച്ചത് ദൈവത്തോടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരിക തന്നെ ചെയ്യും. വ്യക്തമായി പറയട്ടെ, ഇന്നൊരുപാട് തരത്തിലെ പ്രാർത്ഥനകളെ നമ്മൾ കാണുന്നുണ്ട്. സ്വത്രം. അത് സാധാരണ പ്രാർത്ഥനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. സ്വത്രം. അതുപോലെ തന്നെ കൺവെൻഷൻ പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ കാത്തിരിപ്പ് പ്രാർത്ഥനയുണ്ട്. എന്തിനു പറയുന്നു? 30 ദിവസം, 15 ദിവസം, 20 ദിവസം, 7 ദിവസം, 41 ദിവസം ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. സ്വത്രം. ആ പ്രാർത്ഥനകളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവമഹത്വം ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ദൈവമഹത്വം ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയം ദൈവത്തിന് സന്നിധിയിലില്ല. സ്വത്രം. സ്വാർത്ഥ താല്പര്യങ്ങളെ താലോലിച്ചുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പം പേർഷ്യ പോകണം, അമേരിക്ക പോകണം, ഇവിടെ വലിയ മീറ്റിങ്ങുകൾ കിട്ടണം, ഇവിടെ വലിയ നന്മയൊരുങ്ങണം, കാറ് വേണം, വീട് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപവാസം. കർത്താവേ, കാറും വീടും പേർഷ്യയും അമേരിക്കയും ഒന്നും പോയില്ലെങ്കിലും കൃപയിൽ നിൽപ്പാൻ നീ എന്നെ സഹായിക്കണമേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാനിടയാകല്ലേ എന്ന് പറഞ്ഞ് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇന്ന് ആൾക്കാരില്ല. സ്വത്രം. അങ്ങനെ ആൾക്കാരില്ലാതെ പോകുന്നത് കൊണ്ട് ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ആൾ പലപ്പോഴും രോഗിയായി മാറുകയാണ്. സ്വത്രം. ഞാനിങ്ങനെ കേട്ട ഒരു കാര്യമാണ്, സ്വത്രം, ഇല്ലാത്ത കാര്യമല്ല, എൻ്റെ ചെവിക്ക് കേട്ടൊരു കാര്യമാണ്. ഞാൻ 7, 21, 3 ഒക്കെ ഇരുന്ന് ഇപ്പം എനിക്ക് ഷുഗർ പിടിച്ചെന്ന്. സ്വത്രം. ഞാൻ ഉപവസിച്ചിരുന്ന് എനിക്ക് ഷുഗർ പിടിച്ചെന്ന്. സ്വത്രം. ഞാനത് കേട്ടപ്പോൾ ചിരിച്ചതല്ലാതെ, സഹതാപം തോന്നിയതല്ലാതെ സന്തോഷം തോന്നിയില്ല. കാരണം എൻ്റെ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന നിനക്കൊരു ഷുഗറും വരത്തില്ല, നിനക്കൊരു കൊളസ്ട്രോളും വരത്തില്ല, നിനക്കൊരു മാറാരോഗം വരത്തുമില്ല.
ഇരിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി ആവരുത്. കർത്താവിനെ ആരാധിപ്പാനും കർത്താവിനോട് കൂടെ വസിപ്പാനും കർത്താവിൻ്റെ മനോഭാവം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് നിൽക്കാനും നീ ഇരുന്നാൽ നീ എഴുന്നേറ്റ് വരുന്ന പുതു ശക്തി പ്രാപിച്ചുകൊണ്ടായിരിക്കും, പുതു കൃപ പ്രാപിച്ചുകൊണ്ടായിരിക്കും. ഇന്നൊരുപാട് പേര് ഉപവസിക്കുന്നവർ പലരും എഴുന്നേറ്റ് വരുമ്പം നന്നായി നല്ല മനസ്സോടിരുന്നവർ എഴുന്നേറ്റ് വരുമ്പോൾ ഒരുമാതിരി നഞ്ചു നിന്ന കുരങ്ങിനെ പോലെ ഇരിക്കും. പിന്നെ കടിച്ചു കീറുന്ന സ്വഭാവം അവർക്കുള്ളത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കങ്ങ് ദേഷ്യമാണ്. എന്തൊക്കെയാണ് കാര്യം? ദൈവത്തെ അറിയാതെ ലോകത്തെ കണ്ടുകൊണ്ട് ലോകത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ ഇരുന്നത് കൊണ്ട് ജീവിതത്തിൽ വന്ന പരാജയങ്ങളാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ സ്വത്രം ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഞാൻ ഉപവാസത്തോടെ ആണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ബൈബിളിൽ എവിടെയാണ് അതിന് വ്യവസ്ഥയുള്ളത്? സ്വത്രം ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് ഡ്രൈവ് ചെയ്തത്. ബൈബിളിൽ എവിടെ വ്യവസ്ഥയുള്ളത്? ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പം അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് മീൻ വെട്ടിക്കൊണ്ടിരുന്നത്. സ്വത്രം ഞാൻ അരി ആട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് അരി ആട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ചെയ്താൽ അന്യഭാഷയല്ല വരുന്നത്, പിന്നെ അവരുടെ വായിൽ നിന്ന് അന്യായ ഭാഷയെ വരത്തുള്ളൂ. എപ്പോഴാണ് അന്യഭാഷ വരുന്നത്? സ്വത്രം എങ്ങനെയാണ് അന്യഭാഷ വരുന്നത്? ആത്മാവിൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോഴാ. സ്വത്രം ആത്മാവിൽ നീ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാ. വേർപെട്ടിരുന്ന് ദൈവസന്നിധി പാടിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവമഹത്വത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാ അന്യഭാഷ വരുന്നത്. അല്ലാതെ വരുന്ന എല്ലാം അന്യായ ഭാഷയാ. സ്വത്രം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രിയപ്പെട്ടവൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ പറയുന്ന ഒരു അന്യഭാഷയുണ്ട്. സ്വത്രം അന്യഭാഷ എന്താ? ദസ്കാഡ്. അതെന്താണ് നിന്നും എനിക്ക് മനസ്സിലായിട്ട് ദസ്കാഡ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹത്തിന് ആ ഒരു ഭാഷ അറിയത്ത് സ്കാഡ്. അതാണ് അന്യഭാഷ. സ്വത്രം അന്യഭാഷ എന്ന് പറയുന്നത്, അന്യായ ഭാഷയാവുന്നത് നിന്റെ സ്വാർത്ഥത കാരണമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ പുതുഭാഷകളാൽ, സ്വത്രം ഒരു ഭാഷയല്ല, പുതുഭാഷകളാൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, അവർ ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. ഇത് തിരിച്ചറിയണമെങ്കിൽ സ്തോത്രം ഈ ആരാധിക്കുന്ന വ്യക്തിയെ നീ ഒന്ന് തൊടണം. ആ നിമിഷം അന്യഭാഷ നിൽക്കും. സ്തോത്രം. അഭിഷേകമുള്ള നീ ആരാധിക്കുന്ന ദൈവപൈതലിൽ നിന്ന് തൊട്ടാലുണ്ടല്ലോ അന്യഭാഷ അവിടെ നിൽക്കും. കാരണം നിന്നെ തൊട്ടത് ദൈവത്തിൻ്റെ കരമാണെന്നും ദൈവത്തിന് എന്നോടെന്തോ സംസാരിക്കാണ്ടെന്നുള്ള ഉത്തമ ബോധ്യം അന്നേരം ഉണ്ടാവും. സ്വത്രം. പക്ഷെ അതില്ലാത്ത നീ സ്വത്രം ദൈവദാസൻ തൊട്ട ആ ദൈവദാസനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അന്യഭാഷയിൽ അങ്ങ് തുള്ളാൻ തുടങ്ങും. അത് പിശാചാണെന്ന് തിരിച്ചറിയണം. സ്വത്രം. ഇനി അന്യഭാഷ എന്ന് പറയുന്നത് അറബി അല്ല, തെലുങ്കല്ല, കന്നഡയല്ല, സ്വത്രം ഉറുദു അല്ല, സ്വത്രം പിന്നെ മറ്റ് യാതൊരു ഭാഷയുമല്ല. അത് സ്വർഗീയ ഭാഷയാ. അത് ലഭിച്ചവരെല്ലാം തങ്ങളെ തന്നെ സ്വയം താഴ്ത്തിക്കൊടുക്കും. ഞാൻ ഒന്നുമില്ലെന്ന് സ്വയം സമ്മതിക്കും. എന്നിട്ട് ദൈവസന്നിധിയിൽ അവർ കണ്ണുനീരോടെ ആരാധിക്കും, ദൈവത്തിന് മഹത്വം കൊടുക്കും. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, അഭിഷേകമുള്ള നീ എവിടെ പോയാലും ദൈവമഹത്വം വെളിപ്പെടും. അഭിഷേകമുള്ള നീ പ്രാർത്ഥിച്ചാൽ ഏത് ഭൂതവും വിട്ടുപോകും. അതിന് 5 ദിവസമൊന്നും എടുക്കണ്ട. സ്വത്രം 3 ദിവസമൊന്നും എടുക്കണ്ട. സ്വത്രം ഒറ്റ മണിക്കൂറിന് അവധി മതി. അതിൽ എപ്പോ നീ ആ പിശാചിന്റെ മേൽ കൈവയ്ക്കുന്ന മാറ് പിശാച് എന്ന് പറഞ്ഞാൽ ആ നിമിഷം പിശാച് മാറും. അവൻ്റെ മേലുള്ള ബന്ധനം അഴിയട്ടെ എന്ന് നീ പറഞ്ഞ ആ നിമിഷം ബന്ധനം അഴിയും. സ്വത്രം. ശാപം നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ് ശാപം നീങ്ങിപ്പോകും. അതാ ആത്മാവിൻ്റെ പ്രവൃത്തി. സ്വത്രം. നീ എവിടുന്നാ വന്നേ? നീ എപ്പോഴാ വന്നേ? നിൻ്റെ കൂടെ എത്ര പേരുണ്ട്? നീ എപ്പോൾ പോകും? കേട്ടിട്ടില്ലേ? സ്വത്രം. ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ കളിപ്പിക്കുക. പോയില്ലെങ്കിൽ നല്ല ചൂരൽ വടിയെടുത്ത് അടിക്കുക, മുടി കുത്തിപ്പിടിച്ച് തറയെ കറക്കിയിട്ട് സ്വത്രം പോ പിശാചെന്ന് പറഞ്ഞ് കാറി തുപ്പുക. എവിടെ നിന്നൊക്കെയോ വന്നു കയറിയ പൈശാചിക സ്വഭാവം
ആത്മാവിൻ്റെ വ്യാപാരമെന്ന് പറഞ്ഞ് ജനത്തിനിടയിൽ കൊണ്ടുവന്നിട്ട് ജനത്തെ ഇളക്കി കാശ് വാങ്ങിക്കുന്ന ഉൾട്ട പിശാചുക്കൾ സഭയ്ക്കകത്ത് ആധിപത്യം സ്ഥാപിച്ച് ഇപ്പം അന്യഭാഷ ഏതാ അന്യായ ഭാഷ ഏതാന്ന് തിരിച്ചറിയാൻ വയ്യാത്ത നിലയിൽ അങ്ങ് മാറിയപ്പം കള്ളന്മാർ കയറി സഭയ്ക്കകം നശിപ്പിച്ചു. ഇപ്പോൾ സ്വത്രം എന്ത് സംഭവിക്കുന്നറിയാമോ? പിടിച്ചോ, പ്രാപിച്ചോ, എടുത്തോ, ചാടി പിടിച്ചോ. സ്വത്രം ചാടി ചാടി ഇപ്പം നട്ടലിൻ്റെ കണ്ണി പൊട്ടിയിട്ട് ഇപ്പം ചാടാൻ വയ്യാതെ ഇപ്പം കുനിഞ്ഞിരുന്ന് കരയുക. സ്വത്രം ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? നിങ്ങളെ വ്യർത്ഥ വാക്കുകളാൽ ആരും ചതിക്കാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ. അങ്ങനെയെങ്കിൽ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, രോഗം സൗഖ്യമാകും, ഭൂതം വിട്ടുപോകും, കണ്ണുനീര് നീങ്ങിപ്പോകും, നിന്റെ ജീവിതത്തിൽ മഹത്വം നീ കാണും. വ്യക്തമായി പറയട്ടെ, 1 ശമൂവേലിൻ്റെ പുസ്തകം സ്തോത്രം 15-ാം അധ്യായം 22-23 വാക്യം ഒന്ന് വായിക്കാമോ? 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 22-23 വാക്യം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ വചനം പറയുന്ന പ്രകാരം നീ യാത്ര ചെയ്താൽ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. Praise the Lord. അതോ നാട്ടുകാർ തിന്നുവോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ തിന്നും. അങ്ങനെ നീ തിന്നേണ്ടുന്നത് നാട്ടുകാർ തിന്നുന്നെങ്കിൽ സ്വത്രം നീ എന്തനുസരിക്കുന്നില്ല? ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കുന്നില്ല. സ്വത്രം നിന്റെ നന്മ ഡോക്ടർമാർ കൊണ്ടുപോകുന്നെങ്കിൽ, നീ മാറാരോഗം പിടിച്ച് നീ നിലവിളിക്കുന്നെങ്കിൽ ദൈവത്തിന് സന്നിധി വന്നൊന്ന് കരഞ്ഞാ മതി. അത് സകല ദുർസ്വഭാവങ്ങളും വിട്ട് തിരിഞ്ഞിട്ട് കരയണം. അസൂയ, പിണക്കം, കോപം, ഈർഷ, ദ്വന്ദ്പക്ഷം, മത്സരം ഇതെല്ലാം അങ്ങ് വിടണം. സ്വത്രം ഇത് വിട്ടേച്ച് വന്നിരുന്ന് ദൈവസനിൽ അപ്പ നീ മാത്രം മതിയെന്ന് പറഞ്ഞ് ദൈവപ്പൈതലേ ഒന്ന് കരയാൻ നീ തയ്യാറാകുമോ? എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നിൻ്റെ മകൻ നിന്നെ തള്ളിക്കളഞ്ഞാലും, നിൻ്റെ മകൾ നിന്നെ തള്ളിക്കളഞ്ഞാലും, നിൻ്റെ കുടുംബക്കാർ മുഴുവനും നിന്നെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത കർത്താവ് നിന്നെ ചേർത്ത് പിടിച്ച് നിനക്ക് വേണ്ടതെല്ലാം തന്ന് തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നിന്നെ മാനിച്ചുയർത്തും. അന്ന് തള്ളിപ്പറഞ്ഞവർ നിന്നെ തേടി വരുന്ന ഒരു കാലമുണ്ടാകും. അതുകൊണ്ട് വന്നതെല്ലാം അങ്ങ് മറന്നു കളഞ്ഞിട്ട് വരാനുള്ള ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. അത്രം കാലമേറയില്ലല്ലോ, കാഹളം നാം കേട്ടിടാനെന്ന് നാം പാടിയല്ലോ. അങ്ങനെയാണെങ്കിൽ കാഹളം കേൾക്കുമ്പോൾ ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന് കണ്ണുനീരില്ലാത്ത ലോകത്തിലേക്ക് പറന്നു പോകുവാൻ ഒരുങ്ങിയാലുണ്ടല്ലോ, ഈ ഭൂതലത്തിൽ നീ പാർക്കുന്ന കാലം മുഴുവനും നിന്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകളായി മാറും. നിന്റെ മക്കളെ ഓർത്ത് നീ കരയേണ്ടി വരത്തില്ല. നിന്റെ കൊച്ചുമക്കളെ ഓർത്ത് നീ നിലവിളിക്കേണ്ടി വരത്തില്ല. നിന്റെ ജീവിതകാലം സന്തോഷത്തിൻ്റെ കാലമായി മാറും. പക്ഷെ നമുക്കതിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദ്രവ്യാഗ്രഹം നിന്നെ കടന്നു പിടിച്ചിരിക്കുന്നത് കൊണ്ടാ. ഞാൻ വ്യക്തമായി പറയട്ടെ, ദ്രവ്യം ആവശ്യമാണ്. ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എന്തു വേണം? പണം വേണം. പക്ഷേ പണം ആവശ്യത്തിൽ കൂടുതലായാൽ അത് പിന്നെ അനാവശ്യമായി ചെലവിടാൻ തുടങ്ങും. അങ്ങനെ അനാവശ്യമായി ചെലവിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സകല പിശാചുക്കളും നിന്നെ പിൻപറ്റും. അങ്ങനെ പിന്നെ ദൈവത്തെ മറന്ന് പിശാചിൻ്റെ പിന്നാലെ പോകും. ഒടുവിൽ ശലോമോനെ പോലെ നീ അയ്യം വിളിക്കും. സ്വത്രം മനസ്സിലായോ? ജ്ഞാനിയായ ശലോമോൻ സ്വത്രം തൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങൾ പലതും
ദൈവത്തിന് പ്രസാദമായി മാറ്റിയപ്പോൾ ദൈവം അവനെ സകലനാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി. സഹോദരങ്ങളെ, സ്തോത്രം. അവൻ ദൈവത്തിനൊരാലയം പണിതു തൻ്റെ അപ്പൻ്റെ ആഗ്രഹപ്രകാരം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന് വളരെ അങ്ങ് ബോധിച്ചു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ശലോമോൻ എത്ര വർഷം കൊണ്ടാണെന്നറിയാമോ ദൈവത്തിന് ആലയം പണിതത്? 7 വർഷം. ദൈവത്തിനത് ബോധിച്ചപ്പോൾ ശലോമോൻ ഒരു ഭവനം ദൈവം പണിയാൻ അവസരം കൊടുത്തു. അത് 13 വർഷം. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി പറയട്ടെ, അവൻ നിന്നെ കുറയ്ക്കത്തില്ല, അവൻ നിന്നെ നിറയ്ക്കും. സ്തോത്രം. എൻ്റെ കർത്താവിന് വേണ്ടി നീ ഒരു ഗ്ലാസ് വെള്ളം ആത്മാർത്ഥതയോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞേ, അതിൻ്റെ വില 100 മടങ്ങ് അവൻ നിനക്ക് തരാതെ പോകത്തില്ല. ഒരു പക്ഷേ നിനക്ക് തോന്നാം, ഓ ഞാനിത് കൊടുത്താൽ എനിക്കുള്ള നഷ്ടമായി പോകുമല്ലോ, തീർന്നു പോകുമല്ലോ എന്ന്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിൻ്റെ 100 മടങ്ങ് പ്രതിഫലമായി സ്വർഗം അത് തിരികെ തരും. സ്തോത്രം. സരാഭത്തിലെ വിധവയൊന്ന് പഠിക്കേണ്ട രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു പിടിമാവും അല്പം എണ്ണയും അല്ലാതെ മറ്റൊന്നുമില്ല, താനും തന്നെ കുഞ്ഞും കഴിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഏലിയാവിനോട് പറയുമ്പോൾ ഏലിയാവ് പറയുന്നൊരു കാര്യമുണ്ട്, മകളെ അതിലുള്ളവർ ആദ്യം എനിക്ക് കൊണ്ടെത്താ. ക്ഷാമം തീരുന്ന കാലത്തോളം, ക്ഷാമമുള്ള കാലത്തോളം നിന്റെ വീട്ടിൽ ക്ഷാമമുണ്ടാകത്തില്ല. അവളത് കേട്ടപ്പോൾ തിരിഞ്ഞൊരു ചിന്തിച്ചില്ല. സ്തോത്രം. ആരായാലും എവിടുന്നോ വന്നവനാണ്, വിശന്നു വലഞ്ഞു വന്നവനാണ്. എന്ത് തന്നെയാലും ഞാൻ തിന്നാലും മരിക്കും, തിന്നില്ലെങ്കിലും മരിക്കും. സ്വത്രം. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അങ്ങനെ ഉള്ളതിൻ്റെ ഒരു വീതം ആ പ്രിയപ്പെട്ടവരും കൊടുക്കാമെന്ന് പറഞ്ഞ് നല്ല മനസ്സോടെയാ ആ സഹോദരി ഉള്ള ഒരു അടയുണ്ടാക്കി ഏലിയാവിന് കൊണ്ട് കൊടുത്തത്. വചനം പറയുന്നു, കലത്തിലെ മാവ് നിറഞ്ഞു, കലശത്തിൽ എണ്ണ കവിഞ്ഞു ഒഴുകി. പ്രൈസ് ദി ലോർഡ്. ശലോമോൻ തൻ്റെ ജീവിതത്തിലും ദൈവത്തിന് കൊടുത്തപ്പോൾ ദൈവം അവനെ ഇരട്ടിയായി ഉയർത്തി. സ്തോത്രം. ലോകരാജാക്കന്മാർ, ലോകത്തെ പ്രമാണിമാർ, ധനാഢ്യന്മാർ ഒക്കെ വന്ന് വാനോളം വാഴ്ത്തിപ്പുകഴ്ത്തി ശലോമോൻ്റെ മഹത്വത്തെ അങ്ങ് സ്വർഗത്തോളം ഉയർത്തുവാൻ അവർ ശ്രമിച്ചപ്പോൾ ശലോമോൻ ആദ്യം ചെയ്തത് അപ്പൻ്റെ ശത്രുവിൻ്റെ മകളെ വിവാഹം കഴിച്ചത്. സ്തോത്രം. ഇല്ലയോ? ശലോമോൻ്റെ സ്തോത്രം. ദാവീദിൻ്റെ ശത്രുവായ ഫറവോൻ്റെ പുത്രിയെ, സ്തോത്രം, ഇസ്രായേൽ ജനത്തിന് ശത്രുവായ ഫറവോൻ്റെ പുത്രിയെ ദൈവത്തിന് ദാസനായ ആര്? ശലോമോൻ അങ്ങ് കെട്ടി. അവളെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന സകല വ്യായിക്കളെയും കൊണ്ടുവന്നു. സ്തോത്രം. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ജാതികളോട് ഇണയില്ല പിണ കൂടല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വ്യക്തമായി പറയട്ടെ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ലോകത്തിലെ ജാതികളോട് ഇണയില്ല പിണകൂടെ എന്ന് പറഞ്ഞ് നിന്റെ വീടിനകത്തൊരു ജാതീയ പുരുഷനോ ജാതീയ പെണ്ണോ വന്ന് കയറിയാൽ അവിടെ കൂടെയുള്ള സകല പിയായിക്കളും നിന്റെ വീട്ടിൽ വന്ന് കയറും, നിന്റെ കുടുംബം കുപ്പക്കുന്നാകുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വത്രം. ഞങ്ങളുടെ നാട്ടിൽ സ്വത്രം, ഞങ്ങളുടെ ചർച്ചിലൊരു പയ്യൻ ഒരു ഹൈന്ദവ പെങ്കൊച്ചിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കൊച്ചാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ കയറ്റാൻ പറ്റത്തില്ല. വന്നതിന് ശേഷം നമുക്ക് അങ്ങ് മുക്കാം പാസ്റ്ററെ. അന്നേരം പാസ്റ്റർ പറഞ്ഞ്, വേണ്ട മക്കളെ, നീ അങ്ങനെ വന്നിട്ട് മുക്കണ്ട, മുക്കിയിട്ട് വന്നാൽ മതി. അതെന്താ പാസ്റ്ററെ അങ്ങനെ? മോനെ, അവളെവിടേക്കോ പോയി, കണ്ടെടുത്തും കേട്ടെടുത്തും എല്ലാം പോയി കുമ്പസരിച്ചും നമസ്കരിച്ചും നേർച്ചകളും കാഴ്ചകളും കൂദാശകളും എല്ലാം നടത്തിയിട്ട് വരികയാ. അവളിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തി നിന്റെ ജീവിതത്തെ തകർക്കാതിരിക്കണതിന് അവളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ആദ്യം ചവിട്ടി പുറത്താക്ക്, എന്നിട്ട് കൊണ്ടുപോവാ, ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം. സ്വത്രം. ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് തകർന്നടിഞ്ഞ് കിടക്കുന്നത് ദൈവിക വ്യവസ്ഥയില്ലാതെ കല്യാണം നടത്തിയതാ. സ്വത്രം. ദൈവ പൈതലിന് ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. സ്വത്രം. ഇസഹാക്കിനോട് അപ്പച്ചൻ പറഞ്ഞു, മോനെ മിസ്രൈമിൽ പോവല്ലടാ,
കാരണം അപ്പം പണ്ട് പോയപ്പോൾ അപ്പൻ്റെ കൂടെ ഒരെണ്ണം വന്ന് അത് അപ്പന് കെണിയായി തീർന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ് പറ, നല്ലൊരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അരുത് എന്ന് പറയുന്നത് നീ ഉപാധികളോടെ തെരഞ്ഞെടുത്തു വച്ച നിന്റെ ജീവിതത്തിൽ തകർച്ചയല്ലാതെ ഒരു ഉയർച്ചയെ ഉണ്ടാവത്തില്ല. ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ലൈവ് കണ്ടിട്ടും മെസ്സേജ് കേട്ടിട്ടും എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നവരുടെ മറുപടിയും കൂടെ ഞാനീ പറയുന്നു, സ്വത്രം. പക്ഷേ ഇസഹാക്ക് അപ്പൻ പറയുന്ന അനുസരിക്കുന്ന മോനായിരുന്നു. പക്ഷേ ശലോമോനോ അപ്പനെ അനുസരിച്ചില്ല, അപ്പൻ്റെ ദൈവത്തെ മറന്നു. സ്വത്രം. എന്ത് സംഭവിച്ചു? അവളിലുണ്ടായിരുന്ന സകല ദേവന്മാരും ദൈവിമാരും ശലോമോൻ്റെ കൂടെ കൂടി ഒടുവിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ഉപയോഗിക്കുന്ന പാത്രത്തിൽ വരെ വീഞ്ഞൊഴിച്ച് കുടിച്ച് നൃത്തം ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വത്തെ ഇല്ലാതെയാക്കി. ഒടുവിൽ ശപിക്കപ്പെട്ടവനായ ശലോമോൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, സഹോദരങ്ങളെ, ദൈവത്തെ ഭയപ്പെടുക. ഈ ലോകത്തിൽ നിങ്ങൾ കാണുന്നതെല്ലാം മായയാണ്. മായ അല്ലാത്ത ഒന്നേ ഉള്ള സർവശക്തനായ കർത്താവ്. ആ കർത്താവിൽ ആശ്രയിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. സ്വത്രം. ലോകത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന ജീവനില്ലാത്ത കല്ലുകളെ നീ നമസ്കരിക്കാൻ പോയാൽ, അവരുടെ ദേവന്മാരെയും ദൈവമാരെയും വണങ്ങാൻ പോയാൽ നിന്റെ കാര്യം പോക്ക. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിശാലി, ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞവസാനിപ്പിക്കുന്ന എങ്ങനെയാ? നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞ് ആ സൃഷ്ടാവ് പറയുന്നത് കേട്ട് അതനുസരിച്ച് ജീവിക്കാതെ പോയാൽ മോനെ വാർദ്ധക്യകാലം വരും. സ്വത്രം. അന്ന് നീ കയറ്റത്തെ പേടിക്കും. അന്ന് നിനക്ക് ഉറങ്ങാൻ കിടന്ന ഉറക്കം വരത്തില്ല. സ്വത്രം. നിന്റെ നട്ടെല്ല് കൂനും, നിന്റെ കണ്ണ് മങ്ങും, നിന്റെ തല നരയ്ക്കും, നിനക്ക് വയ്യ എന്ന് പറയുന്ന കാലം വരും. അന്ന് നീ ഞരങ്ങി ജീവിതം തള്ളി നീക്കേണ്ടി വരും. അതുകൊണ്ട് യൗവനകാലത്ത് ലോകം പറയുന്നത് കേൾക്കാതെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന പ്രകാരം, ബൈബിൾ പറയുന്ന പ്രകാരം കർത്താവിനെ പൂർണ്ണമായും ആശ്രയിച്ച് അവനെ മുറുകെ പിടിക്ക്. സ്വത്രം. അങ്ങനെയെങ്കിൽ നിന്റെ ആയുഷ്കാലം ശുഭമായിരിക്കും, സുഖമായിരിക്കും. നോക്ക്, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദേ എന്ന് വിളിച്ച സർവശക്തനായ സൈന്യങ്ങളുടെ യഹോവ ശലോമോനോട് പറയുന്നൊരു കാര്യം, മോനെ, നിന്റെ രാജത്വത്തിന് മേൽ ഇനി ഒരുത്തനും വരത്തില്ല. നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു വ്യക്തി ഉണ്ടാകത്തില്ല. ആ ദൈവം തന്നെ പറഞ്ഞു, നിന്റെ തലമുറയ്ക്ക് ശേഷം ഒരുത്തനും രാജ്യം വാഴാൻ ഉണ്ടായിരിക്കത്തില്ല. നിന്റെ അപ്പനോടുള്ള ദയ കാരണം നിന്നെ ഞാൻ ആയുസിൻ്റെ മധ്യത്തിൽ എടുത്തു കളയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കരുണയുള്ള ദൈവം, ദയയുള്ള ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം. സ്വത്രം. നിന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് അതുപ്രകാരം ദൈവത്തെ പിൻപറ്റാൻ തയ്യാറായില്ല എങ്കിൽ, ലോകം പറയുന്നത് കേട്ട് അതുപ്രകാരം നീ യാത്ര ചെയ്താൽ നിന്റെ അവസാന കാലം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നീ മറ്റുള്ള മുമ്പിൽ കരം നീട്ടേണ്ടി വരും കുഞ്ഞെ. അതാ പറഞ്ഞത്. സ്വത്രം. എന്താ വെച്ച്? വ്യർത്ഥവാക്കുകളാൽ സ്വത്രം ആരും നിങ്ങളെ ചതിക്കാനിടയാകരുതെന്ന്. അതല്ലേ നമ്മുടെ കുറിവാക്യം? സ്തോത്രം. നോക്ക്, ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അത് പ്രകാരം ദൈവത്തെ പിൻപറ്റുക, ദൈവ ഇഷ്ടം ചെയ്യുക. ശലോമോൻ ഒടുവിൽ എഴുതി വെച്ചതാണ്, ഈ കാണുന്നതെല്ലാം മായയാ. സ്വത്രം. അതുകൊണ്ട് സദൃശ്യവാക്യങ്ങൾ 7-ാം അധ്യായം 1 വായിക്കാമോ? 1-2 സദൃശ്യവാക്യങ്ങൾ 1-2 വാക്യം. 7-ാം അധ്യായം. മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച്
എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നോക്ക്, ശലോമോൻ പറഞ്ഞ കൽപ്പനയൊക്കെ ഒന്ന് കേൾക്കണം, എന്നിട്ടത് ഹൃദയത്തിനകത്തൊന്ന് വെക്കണം. ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാന്ന്. കാരണം അവനെല്ലാം കണ്ട് ഒടുവിൽ അവന് മനസ്സിലായി ദൈവത്തെ കൂടാതെ ഒന്നുമില്ല. ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോയ തകർന്നു പോകും ജീവിതം, ആർക്കും വിടുവിപ്പാൻ കഴിയത്തില്ല എന്ന് അറിഞ്ഞ ശലോമോൻ പറയും, മോനെ ദൈവത്തിന്റെ വചനം കേൾക്കടാ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കടാ. നീ ജീവിച്ചിരിക്കേണ്ടതിന്, ഇല്ലെങ്കിൽ ആയുസിന് മതി തട്ടിപ്പോകും. സ്വത്രം വല്ലവൻ നിന്നെ കത്തിത്തുമ്പിനകത്ത് കൊന്നു കളയും, ഇല്ലെങ്കിൽ മാരക രോഗവും പിടിപെട്ട് നീ ഞരങ്ങി ജീവിക്കേണ്ടി വരുമെന്ന് വല്ലോ മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിയാൽ നല്ലത്. തള്ളിക്കളഞ്ഞ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെ അനുഭവിക്കും. പറയേണ്ട കടമ എനിക്കുള്ളത് ഞാനത് പറയുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വായിച്ചോ. Praise the Lord. ദൈവത്തിൻ്റെ കൽപ്പനയും അവൻ്റെ ഉപദേശത്തെയും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കാൻ. സ്തോത്രം. നമ്മളെ കൊണ്ട് കഴിയുമോ? നമ്മളെ കൊണ്ട് കഴിയണം. ഏറിയാൽ 70 ഇല്ലെങ്കിൽ 80 സംവത്സരമാണ് നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം. അക്കാലം കഴിയുമ്പോൾ വാർദ്ധക്യവും നരയും നമ്മെ കടന്നു പിടിച്ച് നാം കൂനാൻ സാധ്യതയുണ്ട്. കണ്ണ് മങ്ങും. അന്ന് കൊച്ചുമക്കൾ കൂടെ ഉണ്ടാവണം. വല്ലിപ്പച്ച വല്യമ്മച്ചി എന്ന് പറഞ്ഞ് കൈ പിടിച്ചോണ്ട് നടക്കാൻ. അത് കാണണമെങ്കിൽ നിന്റെ യൗവന കാലത്ത് ബോധിച്ച വഴി നടക്കാതെ ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമുഖത്തേക്ക് നോക്കി നീ യാത്ര ചെയ്യണം. സ്വത്രം. നോക്ക്, 37 സങ്കീർത്തനം വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണും, ദുഷ്പ്രവർത്തിക്കാരു നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവട് അസൂയപ്പെടുകയും അരുത്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ നീ ആരോടും മുഷിയാൻ പോകണ്ട. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വത്രം എന്താ പറയുന്നറിയാമോ? സങ്കീർത്തനം 122, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവസന്നിധിയിലൊന്ന് താഴ്ത്തിക്കൊടുത്തേ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തരട്ടെ. സ്വത്രം. ലോകത്തിൻ്റെ മനുഷ്യനെ നോക്കി ലോക മനുഷ്യൻ പറയുന്നത് കേട്ട് യാത്ര ചെയ്യാതെ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അത് അനുസരിച്ച് നീ യാത്ര ചെയ്യുമെങ്കിൽ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ അനുഗ്രഹം നിൻ്റെ മേലും നിൻ്റെ സന്തതിയുടെ മേലും നിൻ്റെ കുടുംബത്തിന് മേലും സ്വർഗമയക്കും. നോക്ക്, ശലോമോൻ പറഞ്ഞ, ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, നീ എൻ്റെ ഗൃഹത്തെ ഓർക്കുവാൻ ഞാൻ എന്തുള്ളൂ, വരുവാനുള്ള കാലത്ത് നീ ചെയ്യുവാൻ പോകുന്ന മഹത്വത്തെ ഓർത്ത് നീ എന്നെ അനുഗ്രഹിച്ചെങ്കിൽ കർത്താവേ ഞാൻ അങ്ങയ്ക്കെന്ത് പകരം ചെയ്യും? രക്ഷയുടെ പാനപാത്രമെടുത്ത് അങ്ങയ്ക്ക് മഹത്വം കരയേറ്റുവാനല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിയത്തില്ല. ദൈവമേ നീ എന്നെ മറന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവം തന്നെ സമർപ്പിച്ച ദാവീദിനെ പോലെ ഈ നല്ല സന്ധ്യയെങ്കിൽ നമ്മെ തന്നെ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച്, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സന്ധ്യയെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ജീവിതത്തോട് പോരാടുന്ന, അവരുടെ നന്മയോട് പോരാടുന്ന, തലമുറയുടെ ഭാവിയോട് പോരാടുന്ന, കുടുംബത്തോട് പോരാടുന്ന സകല രോഗാത്മാവിന്റെ മണ്ഡലത്തെയും സകല ശാപത്തിന്റെ കെട്ടുകളെയും സകല പാപത്തിന്റെ ബന്ധനങ്ങളെയും ഈ രാത്രികാലം ബന്ധിച്ചകറ്റുകയാണ് പരിശുദ്ധനെ. സ്വർഗീയ സന്തോഷത്താൽ അവിടുത്തെ വചനം പറയുന്നത് പോലെ നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന് ജയത്തിന്റെ ഘോഷമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതുപോലെ നിന്റെ കുഞ്ഞുങ്ങളുടെ ഭവനത്തിനകത്ത് ജീവിതത്തിൽ സന്തോഷത്തിന്റെ കാലങ്ങൾ ഉയരട്ടെ കർത്താവേ. നിന്റെ കൃപ ജീവിതകാലം മുഴുവനും ഞങ്ങളെ നയിക്കുമാറാകട്ടെ.
നിന്റെ മഹത്വം കണ്ടുകൊണ്ട് ഭൂതലത്തിൽ പാർക്കേണ്ടതിന് സ്വർഗത്തിലും ഭൂമിയുള്ള സകല അനുഗ്രഹത്താലും നിന്റെ കുഞ്ഞുങ്ങളെ രാത്രികാലം അനുഗ്രഹിച്ചയക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആമേൻ.